നമസ്കാരം. പ്രതിപക്ഷ ഉപനേതൃപദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് CPI തീരുമാനമെടുത്തിരിക്കെ CPIയെ അനുനയിപ്പിക്കാൻ CPM നീക്കം. അതിന്റെ ഭാഗമായാണ് ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ നേരിട്ട് ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കാണുന്നത്. ഉപനേതൃപദവി CPIക്ക് വിട്ടുകൊടുക്കില്ലെന്ന് പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ബിനോയ് വിശ്വത്തെ കാണാൻ CPM തയ്യാറാകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഏത് വിധേനയും CPIയെ അനുനയിപ്പിക്കാനാണ് CPM നീക്കം. അതിന്റെ ഭാഗമായാണ് LDF കൺവീനറെ തന്നെ ബിനോയ് വിശ്വത്തെ കാണാൻ ഏർപ്പാടാക്കുന്നത്. ഇടതുമുന്നണി കൺവീനറെ തന്നെ പ്രശ്നപരിഹാരത്തിന് അയക്കാനുള്ള CPMന്റെ തീരുമാനം CPIയെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ TP രാമകൃഷ്ണന്റെ വരവിൽ പ്രശ്നപരിഹാരത്തിന് കഴിഞ്ഞേക്കും. CPI സഹകരിക്കാത്തതിനെ തുടർന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതൃനിരയിൽ വിള്ളൽ പ്രകടമായിരുന്നു. ഇത് പ്രതിപക്ഷ പ്രകടനത്തെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഇത് മനസ്സിലാക്കിയതോടെയാണ് അനുനയ നീക്കത്തിന് CPM തയ്യാറായത്. എങ്കിലും പ്രതിപക്ഷ ഉപനേതൃപദവി വിട്ടുകൊടുക്കേണ്ടെന്നാണ് CPM തീരുമാനം. എന്നാൽ CPI അയയുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല. ഉപനേതൃപദവി ഇക്കുറി വേണമെന്നാണ് CPI ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ബിനോയ് വിശ്വം ഇത് പരസ്യമായി ഉന്നയിക്കുകയും LDF കൺവീനർക്ക് കത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തത്. കെ രാജനെ പ്രതിപക്ഷ ഉപനേതാവാക്കാനാണ് CPIക്കുള്ളിലെ തീരുമാനം. പക്ഷെ ഇത് അനുവദിക്കേണ്ടതില്ലെന്ന് CPM തത്വത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. CPIയെ അനുനയിപ്പിക്കണം എന്ന നിർദ്ദേശമാണ് TP രാമകൃഷ്ണന് CPM നേതൃത്വം നൽകിയതും. ഉപനേതൃപദവി പ്രശ്നത്തെ തുടർന്ന് LDF സംയുക്ത പാർലമെന്ററി യോഗം കൂടാൻ ഇതേവരെ കഴിഞ്ഞിട്ടില്ല. തിരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാൻ LDF യോഗം കൂടാനും കഴിഞ്ഞിട്ടില്ല. ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതിനെ തുടർന്നാണ് അനുനയത്തിന് CPM തന്നെ മുൻകൈ എടുക്കുന്നത്. ഇതിനിടയിൽ ഉപനേതൃപദവി പ്രശ്നത്തിൽ CPMലും സംസാരം ശക്തമാണ്. CPMലെ ഒരു വിഭാഗത്തിന് CPIയിലെ ഈ വരവിന് പിന്നിൽ കൈയുണ്ടോ എന്നൊക്കെയുള്ള സംസാരം പാർട്ടിക്കുള്ളിലുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ശാരീരിക അവശതകളുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ പകരം ചുമതല നൽകാതെയാണ് വിദേശയാത്രകൾ വരെ നടത്തിയത്. ഇപ്പോഴും ബാലഗോപാൽ ഉപനേതൃപദവി വന്നാൽ പിണറായിക്ക് ശേഷം ബാലഗോപാൽ എന്ന സ്ഥിതി വരും. അടുത്ത തവണ LDF എത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനവും ബാലഗോപാലിന് അവകാശപ്പെട്ടതാകും. പിണറായിക്ക് ശേഷം മരുമകനായ മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം CPMൽ ശക്തവുമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് CPIയുടെ രംഗത്തിറങ്ങൽ എന്നുവരെ CPMൽ സംസാരവുമുണ്ട്. പ്രതിപക്ഷ ഉപനേതൃപദവി CPIക്ക് പോയാൽ പിണറായിക്ക് ശേഷം ആര് എന്ന കാര്യത്തിലുള്ള അനിശ്ചിതത്വം തുടരും. ഇതാണ് CPMലെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നത്. നിയമസഭയിൽ പിണറായിയെ മുന്നിലിരുത്തിയുള്ള ബാലഗോപാലിന്റെ പൊട്ടിത്തെറി തന്നെ ഈ പ്രശ്നവുമായി കൂട്ടിച്ചേർത്താണ് പാർട്ടിക്കുള്ളിൽ വായിക്കപ്പെടുന്നതും. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉപനേതൃപദവിയിൽ തീരുമാനം വരും.